എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്ന് പറയാമെന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. നമുക്ക് ഒന്നാമത്തെ പൈലായ ഈ പുഷ്പം പൈലായ CHOയുടെ റീഡിങ്ങിനെ കുറിച്ച് നോക്കാം. ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴെന്താണ്? ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സ്നേഹിക്കുമ്പോഴും പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ആ വ്യക്തി മറച്ചു വെക്കുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വലിയ ദുഃഖമായി മാറുന്നുണ്ട്. എന്തുകൊണ്ട് എന്നിൽ നിന്നും ആ വ്യക്തി പല കാര്യങ്ങളും മറച്ചു വെക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന സംഭവങ്ങൾ, നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വലിയ ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് എന്തെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളോടൊരു വിയോജിപ്പ് കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അത് നിങ്ങളെ ദുഃഖിപ്പിച്ചു. പക്ഷേ ആ വ്യക്തി എന്തുകൊണ്ട് വിയോജിപ്പ് കാണിച്ചു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഓരോ കാര്യത്തെക്കുറിച്ചും ആ വ്യക്തിയുടെ മനസ്സിലെ ദുഃഖം, ടെൻഷൻ, ആ വ്യക്തിയുടെ വെപ്രാളം ഇതൊക്കെ കണ്ടപ്പോൾ പല ഘട്ടങ്ങളിലും നിങ്ങൾ ഓരോ കാര്യത്തിനെക്കുറിച്ച് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചു. ആ വ്യക്തി മാത്രം ഇടപെടുന്ന, ആ വ്യക്തി മാത്രം ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ആ വ്യക്തി മറച്ചു വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി. ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധം, ചില കാര്യങ്ങളിലുള്ള ആ വ്യക്തിയുടെ ഇടപെടൽ, അത് ആ വ്യക്തി ഒരുപാടായി മറച്ചു വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സംശയം തോന്നി. എന്തിനാണ് ആ വ്യക്തി ഇന്നിന്ന കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത്? എന്ത് നേടാനാണ് ആ വ്യക്തി ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടായി. പ്രധാനമായും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിഷമം തോന്നി. എന്ത് കാര്യം നേടുവാനാണ് ഈ വ്യക്തി ഇതെല്ലാം മറച്ചു വെക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടായി. നിങ്ങളെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ചില കാര്യങ്ങൾ ആ വ്യക്തി നേടിയെടുക്കുന്നത്. ചില കാര്യങ്ങൾ ആ വ്യക്തി നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് വളരെ ദുരിതപൂർണമായ ചില സാഹചര്യങ്ങളിലൂടെയാണ്. അപ്പോൾ നിങ്ങളെ ചില കാര്യങ്ങൾ അറിയിച്ച് ദുഃഖിപ്പിക്കണ്ട എന്ന് കരുതിയാണ് ആ വ്യക്തി ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന ആ വ്യക്തി നിങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നതെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നിങ്ങളോട് ആ വ്യക്തിക്ക് വെറുപ്പില്ല. പക്ഷേ ആ വ്യക്തി നിങ്ങളെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി എപ്പോഴും ചിരിച്ചു നിൽക്കുന്നതാണ്. അത് കണ്ടിട്ടാണ് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി നിങ്ങളോട് അകൽച്ച കാണിക്കുന്നു എന്ന് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഏത് പ്രതികൂല സാഹചര്യത്തെയും നിങ്ങളെ വിഷമിപ്പിക്കാതെ കൊണ്ടുപോകാനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത്. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ റോസാപുഷ്പം പൈലായ CHOയുടെ റീഡിങ്ങിലേക്ക് പോകാം. എപ്പോഴും നിങ്ങൾക്കൊരു പരിഭവമുണ്ട്. എന്തുകൊണ്ട് ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ല? എന്തുകൊണ്ട് ആ വ്യക്തി എന്നെ ഉൾക്കൊള്ളുന്നില്ല? എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നു? ഞാൻ ആ വ്യക്തിയെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും എന്നോട് എന്തുകൊണ്ട് ആ വ്യക്തി സ്നേഹം കാണിക്കുന്നില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സംശയം തോന്നും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷേ ആ വ്യക്തി അത് പുറമെ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മറ്റു ചിലരോടുള്ള സ്നേഹം കണ്ടിട്ട് നിങ്ങൾ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അങ്ങനെ സ്നേഹിക്കുന്നില്ല എന്നിത്യാദി കുറ്റപ്പെടുത്തലുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ആർക്കും തകർക്കാൻ കഴിയാത്തതാണ്. ആരും മനസ്സിലാക്കാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ആഴത്തിൽ മറ്റാർക്കും യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. മറ്റാർക്കും നിങ്ങളെ ഒരിക്കലും ആ വ്യക്തി സ്നേഹിക്കുന്നതിൻ്റെ ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയില്ല. ആ വ്യക്തിയുടെ നിങ്ങളുടെ ഭാഗത്തേക്കുള്ള സ്നേഹപ്രകടനം കുറവാണെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങൾ ആരുടെയൊക്കെ സ്നേഹമാണോ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് അത്രയും കാണിക്കുന്നില്ലെന്ന് പറയുന്ന അവരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ
മറ്റുള്ളവരെ പോലെ ഹൃദയത്തിലുള്ളത് മുഴുവനും നിങ്ങളോട് പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആണെന്ന്. കാരണം ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ജീവിതത്തിൻ്റെ ആ ഒരു പോസിറ്റീവ് തലത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു. നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ പോകുന്നു. തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജിയോടെ കൂടുതൽ കരുത്തോടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തി നിങ്ങളോട് കാണിച്ച സ്നേഹം തന്നെയാണ്. ആ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തുകയില്ല. ഒരു നിറത്തിൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ നിറം വ്യത്യസ്തമായതുകൊണ്ട് ആ വ്യക്തിക്ക് സ്നേഹമില്ല എന്ന് നിങ്ങൾ കരുതരുത്. ആ വ്യക്തിക്ക് സ്നേഹമുണ്ട്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. മനസ്സിൽ ആണ്, പുറമേ ബാഹ്യമായ കാഴ്ചപ്പാടുകളിലാണ് ഒരുപക്ഷെ അതിൽ നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നത്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.